അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയേറെ ശത്രുക്കൾ ഉണ്ടാവുന്നത്? ബോധപൂർവം ആരെയും നമ്മൾ ഒരു പക്ഷേ ഉപദ്രവിച്ചിട്ടുണ്ടാവില്ല. എന്നാലും ധാരാളം ആളുകൾ നമ്മളോട് ശത്രുത കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് അവർ ശത്രുത കാണിക്കുന്നത്? അവർ നേർക്ക് നേരെ നമ്മൾ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ അപമാനിക്കാനും നമുക്ക് പേരുദോഷം വരുത്താനൊക്കെ അവർ പലരോടും നമ്മെക്കുറിച്ചുള്ള പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും നാട്ടിലൊട്ടാകെ പ്രചരിപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ അനുഭവത്തിലുണ്ടായിരിക്കും. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം? അത് അസൂയയാണ്. ഒരാൾക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ, തനിക്കില്ലാത്ത എന്തെങ്കിലും അനുഗ്രഹങ്ങൾ മറ്റൊരാൾക്കുണ്ടാകുമ്പോൾ അത് നശിച്ചു കാണുവാൻ വേണ്ടിയുള്ള ആഗ്രഹം, അതിനിടയിൽ നമ്മൾ അസൂയ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വെറുതെ ജീവിച്ചാൽ മതി, നമുക്കിങ്ങനെ ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കുടുംബപരമായിട്ടുള്ള സമാധാനം, നമുക്ക് സമൂഹത്തിലുള്ള അംഗീകാരം, അതേപോലെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ജീവിതമാർഗങ്ങൾ, അതേപോലെ തന്നെ നമ്മെക്കുറിച്ച് ആളുകൾ പറയുന്ന നന്മകൾ, ഇതൊക്കെ അസൂയാലുക്കളിൽ എന്ത് ചെയ്യും? അസൂയ സൃഷ്ടിക്കും എന്നതാണ് വസ്തുത. അപ്പോൾ സത്യത്തിൽ നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടത്, നമ്മൾ ആരെയെങ്കിലും ഇങ്ങനെ ശത്രുവായി കാണുന്നുണ്ടോ? ആരുടെയെങ്കിലും അനുഗ്രഹങ്ങൾ നമുക്കൊരു തലവേദനയായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മളിൽ മനുഷ്യരിൽ ഏറ്റവും നന്മയുള്ളവൻ ആരാണെന്ന് പല സന്ദർഭത്തിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടിട്ടുണ്ട്. പല സന്ദർഭത്തിൽ പല രൂപത്തിലുള്ള ഉത്തരങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നബിയോട് ഇതേപോലെ തന്നെ ചോദിച്ചു, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ള ആൾ എന്ന് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത്, ദുൽ ഖൽബിൽ മഹ്മൂം വൽ ലിസാനി സ്വാദിഖ്. മഹ്മൂമായ ഹൃദയമുള്ളവനും അതേപോലെ തന്നെ സത്യസന്ധമായിട്ടുള്ള നാവുള്ളവനുമാകുന്നു എന്ന് നബി മറുപടി പറഞ്ഞു. അപ്പോൾ സത്യസന്ധമായി സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു വിശദീകരണമായി മനസ്സിലാവും. എന്നാൽ മഹ്മൂമായിട്ടുള്ള ഹൃദയം അതുള്ളവനാണ്, ആ മഹ്മൂമായിട്ടുള്ള ഹൃദയമുള്ളവനാണ് സമൂഹത്തിൽ ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് ഈ മഹ്മൂമായ, ഫമൽ ഖൽബുൽ മഹ്മൂം, മഹ്മൂമായ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. അതിന് മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അത്തഖിയു അന്നഖിയു. തഖി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത, അതായത് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. അതൊരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഗുണമാണല്ലോ. അന്നഖി, ശുദ്ധനായ സംശുദ്ധമായ ഒരു ഹൃദയം. അല്ലദി ലാ ഇസ്മ ഫീഹി, പാപങ്ങളില്ല. വല ബഗയ വല ഹസദ, അതേപോലെ തന്നെ മറ്റുള്ളവരോടൊരു അതിക്രമം ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അസൂയ കാണിക്കുക, ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് നല്ല അശുദ്ധമായ ഹൃദയത്തിൻ്റെ. ശരിക്കും മഹ്മൂം എന്ന് പറയുമ്പോൾ എല്ലാം ക്ലീനായിട്ടുള്ള, അതായത് നമ്മൾ അടിച്ചു വൃത്തിയാക്കിയ മുറ്റത്തിനും തുടച്ചു വൃത്തിയാക്കിയ സ്ഥലത്തിനുമാണ് ശരിക്കും പറയുക. എന്ന് പറഞ്ഞാൽ സംശുദ്ധമായ, മാലിന്യങ്ങളെല്ലാം നീക്കപ്പെട്ടിട്ടുള്ള ഒന്നിനാണ് യഥാർത്ഥത്തിൽ മഹ്മൂം എന്ന് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം അങ്ങനെ ആയിത്തീരണം, എങ്കിലാണ് നമ്മൾ നല്ല ഒരാളായി തീരുന്നത്. ഈ മറ്റുള്ളവരുടെ നമുക്ക് അസൂയ ഉണ്ടാവാനുള്ള അടിസ്ഥാനപരമായ ഒരു കാരണം, നാം നമ്മുടെ ജീവിത അനുഗ്രഹങ്ങളിൽ സംതൃപ്തരല്ല എന്നുള്ളതാണ്. നമുക്ക് വീടുണ്ട്, നമുക്ക് സൗകര്യങ്ങളുണ്ട്, നമുക്ക് നന്മയുണ്ട്, നമുക്ക് മാന്യതയുണ്ട്, ഇതിലൊന്നും നമ്മൾ സംതൃപ്തരല്ല. ഇതൊന്നും പോരെ എനിക്ക് എന്നാണ് നമ്മുടെ മനസ്സ്. ഈ തൃപ്തിയില്ലായ്മയാണ് നമ്മളെക്കാളും കൂടുതലുള്ളവരോടൊക്കെ ഈ ദേഷ്യവും ശത്രുതയും വിരോധവും അത് നശിച്ച് കാണാനുള്ള ആഗ്രഹവുമായിട്ട് നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. നമ്മളെക്കാളും അനുഗ്രഹമുള്ള ആളുകളെ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിന് വിഷമമായിരിക്കും. അപ്പോൾ ഈ ശത്രുത കൊണ്ട് നടക്കുന്ന ആളുകളെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ അവർക്ക് എത്രയോ ഉപകാരപ്പെടുന്ന, അവരോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന, അവരോട് നന്നായി ഗുണകാംക്ഷ പുലർത്തുന്ന ആളുകളോടാണ് ഈ അസൂയ കാണിക്കുന്നത്. ഒരു പക്ഷേ ഇവരുടെ ജീവിത കാര്യങ്ങൾ തന്നെ നിലനിന്ന് പോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന
ഏറ്റവും അടുത്ത ആത്മമിത്രങ്ങളോടാണ് അവർ ഈ പക കാണിക്കുന്നത്, അസൂയ കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ഇവരത്തിന് വേണ്ടി വരുമ്പോൾ ഈ മനസ്സിൽ മുഴുവൻ ഇവരോടുള്ള വിരോധമല്ല, ശത്രുതയല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരുമ്പോൾ എന്ത് വരും, അപ്പോൾ ഒരു സ്വതാക്കത്ത്, അപ്പോൾ ഒരു സൗഹൃദം അവരുണ്ടാക്കും. എന്നിട്ട് വലിയ സുഹൃത്തുക്കളായി ഗുണകാംക്ഷയുള്ളവരായിട്ട് അവർ വരും. എന്തിനു വേണ്ടിയിട്ടാണ്? യന്തദറുൽ മൻഫഅ, എന്തോ ഒരു ഉപകാരം ഈ വ്യക്തിയിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അവർ വളരെ വലിയ സൗഹൃദവും സ്നേഹവുമായിട്ട് വരും. എന്നാൽ അതൊന്നും ഇല്ലെങ്കിലോ ആ മനസ്സിൽ കത്തുന്ന പകയുടെയും വിരോധത്തിൻ്റെയും അസൂയയുടെയും പകയുടെയും ശത്രുവിൽ അവർ ജീവിക്കും. ആരെങ്കിലും ഇവരെ പറ്റി ഇതിന് പറയുകയാണെങ്കിൽ അതിൽ കൂടിക്കൊടുക്കും, സഹകരിച്ചു കൊടുക്കും, സഹായിച്ചു കൊടുക്കും. എന്നിട്ട് ഇവർക്കെതിരെ ആരോപണങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നതിൽ അവരെന്ത് ചെയ്യും? സഹകരിക്കും. ഇത് യഥാർത്ഥം നമ്മളൊക്കെ ഇതിൽ ഭാഗവാക്കാകുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെക്കാളും അനുഗ്രഹം കിട്ടിയ ആളുകളെ തേജോവധം ചെയ്യാൻ നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ടോ? അവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മളും ആ വിരോധങ്ങളിലും ശത്രുതയിലും പങ്കാളിയാകുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. ശുദ്ധമായ ഒരു ഹൃദയമുണ്ടായി ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായി നല്ലവരായി ജീവിക്കുകയല്ലേ നമ്മൾ വേണ്ടത്. അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.